ഇറാനിലെ പ്രാദേശിക നേതാക്കളും എന്തിന് സ്റ്റേറ്റ് മീഡിയാസ് വരെ ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അന്ന് ഒരു ഒരു ബുള്ളറ്റ് മാറിപ്പോയില്ലേ, അതായത് അദ്ദേഹത്തിന്റെ ചെവിയിലോ മറ്റോ തട്ടിപ്പോയല്ലോ. ഭാഗ്യത്തിനാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ട്രംപ് രക്ഷപ്പെട്ടത്. ഒരു വധശ്രമത്തിന് എതിരായിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്നത് വളരെ ഭാഗ്യം കൊണ്ടാണ്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അന്ന് സംഭവിച്ചത്, അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു അല്ലേ, ആ ബുള്ളറ്റ് പാഴായി പോയെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ വേണ്ടി വന്നാൽ തട്ടിക്കളയുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന നിമിഷം ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പതിയെ പിന്മാറുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതൊരു പക്ഷേ ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വരുത്തിയിട്ട് ആക്രമിക്കാനുള്ള ഒരു നീക്കമാണോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഇറാൻ ആണവായുധം ശരിക്കും വിന്യസിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതോ ഇനി ഇറാന് റഷ്യ വല്ല മിസൈലുകളും കൊടുത്തു എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ വല്ലതും ഇറാന്റെ കൈവശം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഇറാന് നേരെ തിരിയുന്നില്ല. ഇറാൻ ആണെങ്കിൽ ട്രംപിനെ വരെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഇറാൻ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണകൂടം മാറുന്നത് അത്ര നല്ലതൊന്നുമല്ല ഇറാന്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവിടെ കൊണ്ടുപോയി തലവയ്ക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷേ സെൻട്രൽ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ ഉള്ള നമ്മുടെ കവാടം, ആ ഒരു എൻട്രി പോയിന്റ് ചാബഹാർ പോർട്ടാണ്, അത് ഇറാനിലാണ്. അതുകൊണ്ട് ഇറാനിൽ ഉണ്ടാവുന്ന ഇത്തരം മാറ്റങ്ങൾ ഇന്ത്യയും സ്വാധീനിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ചൈനയ്ക്കും താൽക്കാലികമായിട്ടെങ്കിലും ഇതൊരു തിരിച്ചടി തന്നെയാവും. അപ്പൊ എന്തായാലും റഷ്യയും ചൈനയും മിക്കവാറും ഇറാനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ട്രംപ് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഇറാനാണെങ്കിൽ ട്രംപിനെ വരെ തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.